ആണുങ്ങളുടെ ഫുട്വെയർസിൽ ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ട്. അതാണ് ചെൽസി ബൂട്ട്സ്. ചെൽസി ബൂട്ട്സ് നമുക്ക് കാഷ്വൽ യൂസിനാണെങ്കിലും ഫോമൽ യൂസിനാണെങ്കിലും നൈസ് ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. സ്റ്റൈൽ ചെയ്യേണ്ട രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ 5 ചെൽസി ബൂട്ട്സ്. ഈ പറയുന്ന ഈ കാറ്റഗറി കുറച്ച് പ്രീമിയം കാറ്റഗറിയാണ്. അതായത് ഭയങ്കര എക്സ്പെൻസീവ് അല്ല, എന്നാലും അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ചിലർക്ക്. എന്നാലും ഈ ഇത്ര അത്യാവശ്യം പൈസ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നല്ല ക്വാളിറ്റി ചെൽസി ബൂട്ട്സ് കിട്ടൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പറയാം. സോ ഇന്നത്തെ വീഡിയോ ഇൻവെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ എന്തുകൊണ്ട് ചെൽസി ബൂട്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചധികം പൈസ ഇൻവെസ്റ്റ് ചെയ്യണം? കാരണം ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ചെൽസി ബൂട്ട്സിന് ആ സ്ട്രക്ചർ കാണത്തില്ല. അതായത് ഫ്രണ്ട് ഈ ഭാഗം നോക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ റൗണ്ടർ അല്ലെങ്കിൽ വൈഡർ രീതിയിലുള്ള പോർഷൻ ആയിരിക്കും കാണുന്നത്. ആക്ച്വൽ ക്വാളിറ്റി ഉള്ള ചെൽസി ബൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങളുടെ ഫൂട്ടിന്റെ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. അതായത് ഒരു ആർച്ച് ഷേപ്പ് നല്ല രീതിയിൽ കാണും. കറക്റ്റ് നമ്മളെ കാലിന്റെ പാദമില്ലേ ആ ഒരു ഷേപ്പിൽ കറക്റ്റ് രീതിയിൽ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. സോ അതാണ് ഫസ്റ്റ് തിങ് നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നത്. രണ്ടാമത് അത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ചിലപ്പം ഭയങ്കര ഷൈനി ആയിട്ടുള്ള വരും, നോർമൽ ഫോമൽ രീതിയിലുള്ളത് വരും, സ്വേഡ് വരും, അല്ലെങ്കിൽ ചെറിയ ലെതറി ടൈപ്പ് വരും. അങ്ങനെ പല ടൈപ്സ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ആ മെറ്റീരിയൽസ് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആ ഓവറോൾ ചെൽസി ബൂട്ട്സിന്റെ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത്. ചെൽസി ബൂട്ട്സ് നല്ല ലുക്ക് നല്ല സ്റ്റൈലുള്ള സാധനം വേണമെങ്കിൽ നല്ല പൈസ കൊടുക്കണം. പക്ഷേ ഈ പറഞ്ഞ കാറ്റഗറിയിൽ അത്യാവശ്യം പൈസ വലുതായിട്ട് സ്പെൻഡ് ചെയ്യാണ്ട് നല്ല ക്വാളിറ്റി സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അതിലൊരു 5 എണ്ണമാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ ആണ് വാൻ ഹ്യൂസന്റെ ഒരു ലെതർ ചെൽസി ബൂട്ട്സ്. ഈ ബൂട്ട്സിന്റെ ഫ്രണ്ട് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഓവറോൾ ഷേപ്പ് കാണാൻ പറ്റും എത്രത്തോളം ആ സ്ട്രക്ചർ ഉണ്ടെന്ന്. ഈ ഒരു ബ്രൗൺ ഷെയ്ഡും ഈ ഒരു ഫിനിഷ് വരുന്ന ബ്രൗൺ ഷെയ്ഡും ഈ ഒരു ഇതിന്റെ ബ്ലാക്ക് ഷേപ്പും വരുന്നത് ഒരു ഫോർമൽ കാറ്റഗറിയിലോ നിങ്ങൾക്ക് കാഷ്വൽ കാറ്റഗറിയിലോ യൂസ് ചെയ്യാം. എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും ഫാമിലി ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാരേജ്, വെഡിങ് അങ്ങനത്തെ ഒക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. ഈവൻ സൂട്ട്സിൻ്റെ കൂടെ പോലും പലരും യൂസ് ചെയ്യും. ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ബ്രൗണും യൂസ് ചെയ്യുന്നവരുണ്ട്. ആൻഡ് ഓവറോൾ ഇത് കൈ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ക്വാളിറ്റി മനസ്സിലാവും. ആ സ്ട്രക്ചർ, ആ ബാക്കിൻ്റെ ആണെങ്കിലും ആ മെറ്റീരിയലിൻ്റെ ആണെങ്കിലും സ്ട്രക്ചറും ആ ഷേപ്പും. അതാണ് ഞാൻ പറഞ്ഞത്, ക്വാളിറ്റി കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ, ഓവറായിട്ടല്ല കുറച്ച് പൈസ കൊടുക്കണം. ഏതാണെങ്കിലും പ്രോഡക്റ്റിലെ ലിങ്ക്സിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യാം. രണ്ടാമത്തത് HX തന്നെ കുറച്ചുകൂടെ ഒരു ഡാർക്കർ ബ്രൗൺ ഷെയ്ഡിലുള്ള ചെൽസി ബൂട്ട്സ് ആണ്. ഇത് കുറച്ചുകൂടെ ഹീൽ വരുന്ന റഗഡ് രീതിയിലുള്ള ചെൽസി ബൂട്ട്സ്. നിങ്ങൾക്ക് ബോട്ടം സോൾസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ചുകൂടെ റഗഡ് രീതിയിൽ കാഷ്വൽ രീതിയിലൊക്കെ വരുന്ന ഒരു ചെൽസി ബൂട്ടാണ്. ഇത് ഫോമലായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. പിന്നെ ഹൈറ്റ് കുറവുള്ളവർക്ക് അത്യാവശ്യം ഹൈറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തൊരു ബൂട്ടാണിത്. ആൻഡ് മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഹീൽസ് നല്ല പക്ക ഹെവി റഗഡ് ലുക്ക് തരുന്ന കുറച്ച് മാസ്കുലിൻ രീതിയിൽ തരുന്നുള്ള ചെൽസി ബൂട്ട്സ് ആണ്. ആൻഡ് പക്ക ബ്രൗൺ കളറാണ് വരുന്നത്. ആൻഡ് ഈ താഴത്തെ സ്ട്രക്ചർ കുറച്ചുകൂടെ വലുതാവുമ്പോഴാണ് അല്ലെങ്കിൽ വൈഡർ ആകുമ്പോഴാണ് ഒരു ചീപ്പ് ലുക്ക് തരുന്നത്. സോ കഴിവതും ആ ഒരു കാറ്റഗറിയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടെ സ്ട്രക്ചർ ഉള്ള ടൈപ്പ് ചെൽസി ബൂട്ട്സ് യൂസ് ചെയ്യുമ്പോഴാണ് ഒന്നാമത്തെ കാര്യം കുറച്ചുകൂടെ മാസ്കുലിൻ ലുക്കായിരിക്കും, കുറച്ചുകൂടെ വെൽ പോളിഷ്ഡ് ലുക്കായിരിക്കും. രണ്ടാമത്തെ കാര്യം അത്ര ചീപ്പല്ല, പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നിപ്പിക്കും. മൂന്നാമത്തെയാണ് ഈ കൂട്ടത്തിലെ എൻ്റെ ഫേവറേറ്റ് സാധനം HX തന്നെ ഒരു കുറച്ചുകൂടെ ഒരു ലെതറി ഫിനിഷ് വരുന്നത്. ഇതാകുമ്പോൾ കുറച്ചുകൂടെ റഗഡ് ലുക്കാണ്, അതായത് കറക്റ്റ് മാസ്കുലൻ ലുക്കാണ്. കാരണം ലെതർ ആണ്. നിങ്ങൾക്ക് ഇതിനകത്ത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കട്ട്സ് ആൻഡ് സ്ക്രാച്ചസ് ആണ്. ആക്ച്വലി അത് ഒരു ലെതറി ഫിനിഷ് തരാനുള്ളൊരു സെറ്റപ്പാണ് ആ ഒരു കാര്യം. ആൻഡ് മറ്റ് ഫസ്റ്റ് കാണിച്ച മോഡലിന്റെ സെയിം രീതിയിൽ തന്നെയാണ് മേളിൽ HX എംബ്ലമാണ് വരുന്നത്. മറ്റേത് വാൻ ഹ്യൂസൻ ആണെങ്കിൽ ഇത് HX ആണ്. ഇത് അത്ര ഭയങ്കര റഗഡ് ലുക്ക് അല്ല, പക്ഷേ സ്റ്റിൽ ഒരു മാസ്കുലൻ ലുക്ക് വരുന്ന ഒരു സ്റ്റൈലിഷ് ഫിനിഷ് ഉള്ള ഒരു സാധനമാണ്. കാരണം ഇതിന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട തന്നെ ആ മെറ്റീരിയലാണ്, ആ ലെതറി ഫിനിഷ്. ഞാൻ 2019-20 ടൈമിലൊക്കെ നമ്മൾ ടീച്ചിങ് മെൻസ് ഫാഷൻ്റെ വീഡിയോസൊക്കെ കണ്ടപ്പം അതിനകത്ത് തേഴ്സ്ഡേ ബൂട്ട്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ പറ്റി പുള്ളിക്കാരൻ പറയായിരുന്നു. ആ ടൈമിലൊക്കെ മേടിക്കണമെന്ന് തോന്നിയതാണ് ആ ഒരു ടൈപ്പ് ബൂട്ട്. ആൻഡ് അത് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ആൻഡ് ആ ഒരു ലെവലിൽ സാധനം ഏകദേശം ആ ഒരു ലെവലിലോട്ട് വരുന്ന ആ ഒരു ഷേപ്പിലോട്ട് വരുന്ന ഒരു സാധനമാണ് ഇന്ന് 2025 ആയപ്പോൾ നമുക്ക് കിട്ടിയത്. ആൻഡ് ഹീൽസിനും അത്യാവശ്യം സൈസ് വരുന്നത് എനിക്ക് കുറച്ചുകൂടെ നീളം വേണം എന്ന രീതിയിൽ തോന്നിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണിത്. ആൻഡ് ഫൈനലി ഒരു ബ്രൗൺ സ്വീറ്റ് കളർ ചെൽസി ബൂട്ട്സ് ഫ്രം വുഡ്ലാൻഡ്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പാക്കേജ് കിട്ടിയപ്പം ആകെ ഈ 4 എണ്ണം മാത്രമേ കിട്ടിയുള്ളൂ. ആക്ച്വലി 5 എണ്ണം കിട്ടേണ്ടതാണ്. എൻ്റെ ആമസോൺ ഓർഡേഴ്സിൽ കയറി നോക്കിയപ്പം മറ്റേതും ഡെലിവർ ആയെന്നാണ് കാണിക്കുന്നത്, പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഫോട്ടോസ് കാണിക്കാം. ആക്ച്വൽ ഇൻ ഹാൻഡ് പ്രോഡക്ട്സ് എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഇനി വരുത്തതേ ഉള്ളൂ. പിന്നീട് എപ്പോഴാണെങ്കിൽ ഏതെങ്കിലും റീലിലോ വരെ ഞാൻ കാണിച്ചു തരാം. ഇതൊരു സ്ട്രെയിറ്റ് രീതിയിലാണ് വരുന്നത്. ഇത് ഫോമൽ രീതിയിലോട്ടും കാഷ്വൽ രീതിയിലോട്ടും യൂസ് ചെയ്യാം. ഫോമൽ യൂസ് ആണെങ്കിൽ പക്ക ഒരു ബിസിനസ് ലുക്ക് പോവുകയാണെങ്കിൽ പോവാം. പക്ക ടക്ക് ഇൻ ഫോമൽസ് നോക്കുകയാണെങ്കിൽ പറ്റത്തില്ല. സെമി ഫോമൽ അല്ലെങ്കിൽ ബിസിനസ് ലുക്സിലോ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കാം. ആൻഡ് ഇതിലും സ്റ്റിച്ചിങ് വരുന്നുണ്ട്. ബോട്ടം സോൾ നല്ല ഷേപ്പുള്ള രീതിയിലാണ് വരുന്നത്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം ഓവറോൾ ഒരു ഐഡിയ ഇല്ല.
ആൻഡ് വുഡ്ലാൻഡ് ആയതുകൊണ്ട് വരെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി കയ്യിൽ സാധനം എല്ലാം തന്നെ ഒരുപാടൊന്നും പറയാൻ പറ്റത്തില്ല. ഏതായാലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി HX ലണ്ടന്റെ തന്നെ ഒരു ബ്ലാക്ക് ചെൽസി ബൂട്ട്. ഇതൊരു ഫോമൽ കാറ്റഗറിയിലോട്ട് പെടുന്നത്. കാരണം ആ ഒരു ഫിനിഷിങ് ചെറിയ ഗ്ലോസി ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഫോമൽ രീതിയിലാണ്. ഇതിലും നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും ഹീൽസ് വരുന്നുണ്ട്. ആൻഡ് താഴത്തെ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രക്ചർ ഉണ്ട്, വിച്ച് മീൻസ് ഇറ്റ് ഹാസ് ബെറ്റർ ക്വാളിറ്റി. സൈഡിൽ സ്റ്റിച്ചിങ് വരുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി രീതിയിലുള്ള ചെൽസി ബൂട്ട്സ് ആണ് നോക്കാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നോക്കിയപ്പോൾ മിക്കതും ആ ഷേപ്പ് നമുക്ക് കാണുമ്പോൾ ഒരു ഭയങ്കര സൈസുള്ള രീതിയിലുള്ള ഷേപ്പ് ആൻഡ് ഓൾസോ ക്വാളിറ്റി വൈസ് ലുക്സ് നോക്കുമ്പോൾ കൊള്ളത്തില്ല. അതുകൊണ്ടാണ് ഒരു ഇച്ചിരി പൈസ സ്പെൻഡ് ചെയ്താൽ എന്ത് നല്ല സാധനം കിട്ടത്തില്ല, ഒരുപാട് ലാസ്റ്റ് ചെയ്തില്ലെന്ന് വിചാരിച്ചാണ് ഈ സാധനം മേടിച്ചത്. ആൻഡ് ഇറ്റ് ഈസ് റിയലി ഗുഡ്. ഈ കാണിക്കുന്ന അഞ്ചെണ്ണം നൈസ് സാധനങ്ങളാണ്. ആൻഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഫാൻ ബേസ് ഉള്ള ഒരു സാധനമാണ് ചെൽസി ബൂട്ട്സ്. സോ ഈ 5 എണ്ണം നിങ്ങൾക്ക് കണ്ണും പൂട്ടി ചൂസ് ചെയ്യാൻ പറ്റിയ ചെൽസി ബൂട്ട്സിന്റെ ഓപ്ഷൻസ് ആണ്. സോ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ലിങ്ക്സ് താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോക്ക് ഇത്ര ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുന്നത്. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മേക്ക് ഷുവർ ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോ പിന്നെ കാണാം. ബൈ.